ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട നിങ്ങളുടെ ഒരു യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് ഡിഗ്രി മാത്രമാണ്. ഹലോ എവ്രിവൺ, നമ്മൾ ഏത് ബാങ്കിൽ ചെന്നിട്ടുണ്ടെങ്കിലും അവിടെ ആദ്യം കാണുന്നുണ്ടാവുക ക്യാഷ് ഒക്കെ കൗണ്ട് ചെയ്തുകൊണ്ട് ചില കൗണ്ടേഴ്സിൽ ഇരിക്കുന്ന ഓഫീസേഴ്സിനെയാണ് അല്ലെ. നമ്മൾ അവരെ സാധാരണ ബാങ്കിലെ ക്ലർക്കുകൾ എന്ന് പറയും. എന്നാൽ ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ ഒക്കെ ഈ കാലത്ത് ഈ ക്ലർക്കുകളുടെ ജോലി എന്ന് പറയുന്നത് ജസ്റ്റ് ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നത് മാത്രമാണോ? ഡെഫിനറ്റ്ലി അല്ല. ഇന്നത്തെ ഈ കാലത്ത് ഓരോ ബാങ്കിലെയും ക്ലർക്കുകൾക്ക് ക്യാഷ് ഹാൻഡ്ലിംഗ് അല്ലാതെ ഒരുപാട് എക്സ്ട്രാ പ്രൊഫൈൽസിലുള്ള ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഒരു SBI ക്ലർക്കിന് ചെയ്യേണ്ട ജോലികൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നമ്മൾ ഈ ജോബ് പ്രൊഫൈലിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇതൊരു വളരെ നല്ല പ്രൊഫൈലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു നല്ല പാത്താണ് എന്ന് ഞാൻ ജസ്റ്റ് പറയാം. ഡെഫിനറ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് തന്നെ നല്ല ജോബ് സെക്യൂരിറ്റി വരുന്ന ഒരു ജോലിയാണ്. പിന്നെ സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ ബാങ്ക്സിൻ്റെ പറ്റി നമ്മളിപ്പോൾ പറയുമ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രഷർ ആയിരിക്കില്ലേ, ഒത്തിരി ടാർഗറ്റ്സ് ഉണ്ടാവില്ലേ എന്ന്. ഓൾമോസ്റ്റ് ഇപ്പം പബ്ലിക് സെക്ടർ ബാങ്ക്സിലും ഏകദേശം ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ട്രാൻസിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും അതിൽ ഏറ്റവും കുറവ് പ്രഷർ വരുന്ന ഒരു ജോലിയാണ് ക്ലറിക്കൽ ജോലി അല്ലെങ്കിൽ SBI ബാങ്കിലെ ക്ലർക്സ് എന്ന് പറയുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം, നല്ല ഇൻകമിൻ്റെ ഒപ്പം തന്നെ സൊസൈറ്റിയിൽ നല്ല റെസ്പെക്റ്റ് കൂടി കിട്ടുന്ന ഒരു ജോബ് പ്രൊഫൈലാണ് ക്ലർക്സിൻ്റെ എന്ന് പറയുന്നത്. ആൻഡ് മറ്റുള്ള മാനേജറിയൽ പോസ്റ്റുകളിലേക്കൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി വർക്ക് ലൈഫ് ബാലൻസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നോട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ടു ബിഗിൻ വിത്ത് നമ്മൾ SBIയിലെ ക്ലർക്സിനെ പറ്റിയിട്ടാണ് കൂടുതലും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, മറ്റ് ബാങ്കുകളിലെ ക്ലർക്സിനെ പറ്റിയിട്ടല്ല. അപ്പോൾ നമുക്കറിയാലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ് SBI എന്ന് പറയുന്നത്. സോ ട്രസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ ബേസും ഒത്തിരി വലുതാണ്, നെറ്റ്വർക്ക്സ് ത്രൂ ഔട്ട് ദ കൺട്രി ഉണ്ട്. സോ ആസ് എ റിസൾട്ട് നിങ്ങൾ SBIയിൽ ഒരു ക്ലർക്കായിട്ടിരിക്കുമ്പം മറ്റുള്ള ബാങ്ക്സിനേക്കാൾ വർക്ക് ലോഡ് ഡെഫിനറ്റ്ലി കുറച്ച് കൂടുതലായിരിക്കും. കാരണം നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഇവരുടെ മെയിൻ പ്രൊഫൈൽ വരുന്നത് കസ്റ്റമർ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് കസ്റ്റമർ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, നമ്മൾ എല്ലാവരും ബാങ്കിലേക്ക് ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന ഓഫീസേഴ്സ് ഈ ക്ലർക്സ് തന്നെയാണ് അല്ലേ. സോ ബേസിക്കലി ഒരു ബാങ്കിൻ്റെയും അവരുടെ കസ്റ്റമർ ബേസിൻ്റെയും ഇടയിലുള്ള ഒന്നാമത്തെ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആണ് ആ ബാങ്കിലെ ക്ലർക്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഒക്കെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ക്ലർക്സ് ആണ്. ക്ലർക്സിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് അതിൻ്റെ മേ ബി ഒരു ബ്രാഞ്ച് മാനേജറിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതോറിറ്റിയിലേക്കോ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റമർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പണ്ടത്തെ പോലെ ക്യാഷ് കൗണ്ടേഴ്സ് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പം നമുക്ക് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. സോ ചിലപ്പം അങ്ങനെ നെഫ്റ്റിൻ്റെയോ RTGSൻ്റെയോ കൗണ്ടേഴ്സ് ഉണ്ടാകും, ATMൻ്റെ കൗണ്ടേഴ്സ് ഉണ്ടാകും. ഇനി ചില കേസസിൽ ക്യാഷ് ഹാൻഡ്ലിങ്ങിൻ്റെ കൂടെ തന്നെ മറ്റ് അനേകം കൗണ്ടേഴ്സും ഉണ്ടാകും. KYCൻ്റെ, അതായത് നോ യുവർ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ കൗണ്ടേഴ്സ് ഉണ്ടാകും. അപ്പം നിങ്ങൾ ഏത് കൗണ്ടറിൽ, അതായത് ഏത് സീറ്റിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങളുടെ വർക്ക് ലോഡ് ആക്ച്വലി അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ നിങ്ങൾ ക്യാഷ് കൗണ്ടറിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പൊതുവേ ബാക്കി എല്ലാ കൗണ്ടേഴ്സിനെക്കാളും കുറച്ചും കൂടി വർക്ക് ലോഡ് ക്യാഷ് കൗണ്ടേഴ്സിൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻഡിവിജ്വലി ഈ പല പല ഓപ്പറേഷൻസ് ഒരു ക്ലർക്ക് ചെയ്യേണ്ടത് നോക്കാം. അതിൽ ഒന്നാമത്തത് കസ്റ്റമർ സർവീസ് ആണ്. അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. ഇനി കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, കംപ്ലയിൻസ് എന്തായാലും ഉണ്ടാകും. പല റൂറൽ ഏരിയാസിലും ബാങ്കുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് നമ്മുടെ ബാങ്കിൻ്റെ പോളിസീസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സ്കീമുകളെ പറ്റിയിട്ടോ ഒന്നും അവയർനെസ് ഉണ്ടാവണമെന്നില്ല. സോ ഡെഫിനറ്റ്ലി അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ക്വരീസോ കംപ്ലയിൻറ്റ് തന്നെ ആയിട്ടുണ്ടാകും. ചിലപ്പോൾ വഴക്കുണ്ടാകുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകും. സോ അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ഡീല് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്ലർക്കിൻ്റെ ഒന്നാമത്തെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഇത് പണ്ടില്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു. ബാങ്കിൻ്റെ പല പല പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നിങ്ങൾ ലോൺ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പുതിയ ഇൻഷുറൻസിൻ്റെ സ്കീം ഉണ്ടാകും. അല്ലെങ്കിൽ പല യോജനാസ്, ഇപ്പം പ്രധാനമന്ത്രിയുടെ ഒക്കെ ബേസിസിൽ വരുന്ന
സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ ഉണ്ടാകും. നമ്മൾ ജീവൻ ജ്യോതി യോജന, JJY എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അങ്ങനെ SBY, അങ്ങനെ ഒരുപാട് യോജനാസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കുക. സോ ഇത്തരത്തിലുള്ള കസ്റ്റമർ സർവീസ് ഇവരുടെ ജോബ് റോളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ജോബ് പ്രൊഫൈലിലെ ഒന്നാമത്തെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതുപോലെ വരുന്ന ഒരു ഓപ്പറേഷനാണ് ക്യാഷ് ഓപ്പറേഷൻസ്. ഇത് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു ജോലിയാണ്. ക്ലർക്ക് എന്ന് പറഞ്ഞാൽ പൈസ ഹാൻഡിൽ ചെയ്യുന്ന ജോലി എന്നാണ്. സോ ഡെഫിനറ്റ്ലി യെസ്, അത് ഇതിൻ്റെ ഒരു മേജർ പാർട്ട് തന്നെയാണ്. സ്റ്റിൽ ക്യാഷ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നടക്കുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു മേജർ പാർട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ കൂടുതലും ഡെപ്പോസിറ്റ്സ് ക്യാഷ് ആയിട്ട് വരുന്നതൊക്കെ ഹാൻഡിൽ ചെയ്യുക. ഇനി അല്ലെങ്കിൽ വിത്ഡ്രോവൽസ് ക്യാഷിൽ വരികയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സ്പീഡിൽ പൈസ എണ്ണാനും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. നിങ്ങൾക്ക് അവിടെ ക്യാഷ് കൗണ്ടിങ് മെഷീൻസ് ഉണ്ടാകും, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പൈസ എണ്ണാനും ഒക്കെ അറിയണം. പിന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒക്കെ ടാലി ആക്കുക. സോ മൊത്തത്തിൽ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് നോക്കുക, അതുപോലെ തന്നെ സേഫ് ആയിട്ട് നോക്കുക. അപ്പം ഞാനിവിടെ സേഫ് എന്ന് എടുത്ത് പറയാൻ കാരണം SBI ആയതുകൊണ്ട്. ഇപ്പോൾ SBIൻ്റെ മാത്രം പറയാൻ പറ്റില്ല, പല ബാങ്ക്സിലും ഒരുപാട് ഫ്രോഡ് കേസുകൾ, അതായത് കള്ളനോട്ടുകളോ അങ്ങനെയുള്ള ഫ്രോഡ് കേസുകളൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ അതിനെതിരെയൊക്കെ വളരെ സേഫായിട്ട്, വളരെ പ്രിക്കോഷൻസ് എടുത്ത് തന്നെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അക്കൗണ്ട് ഓപ്പണിങ്ങും ഡോക്യുമെൻറ്റേഷനും. സോ അപ്പോൾ പുതിയതായിട്ട് ബാങ്കിൽ അക്കൗണ്ട് തുറക്കാൻ വരുന്ന ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുക്കുക. അതിപ്പം എന്ത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണെങ്കിലും, കറണ്ട് അക്കൗണ്ട്സോ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട്സോ, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണെങ്കിലും അതിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവർ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുക. ആൻഡ് ഓൾസോ അതിൻ്റെ KYC, അതായത് നോ യുവർ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബാങ്കിൽ നിന്നൊക്കെ മൊബൈലിൽ മെസ്സേജ് വന്നോ അല്ലെങ്കിൽ ഇമെയിൽ വന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. KYC പ്രോസസ്സ് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ടും അവരെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഈ ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾ എടുത്തിരിക്കുന്ന, ഇപ്പം അവർ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡേറ്റ, ഓപ്പണിംഗ് ബാലൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റമിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഇവിടെ ഇവരുടെ പ്രൊഫൈലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആൻഡ് ഓൾസോ ചെക്ക് ബുക്ക് റിക്വസ്റ്റുകളൊക്കെ പ്രോസസ്സ് ചെയ്യുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ പാസ്ബുക്കുകൾ അപ്ഡേറ്റ് ചെയ്യുക. സോ അതിൽ നിങ്ങൾക്ക് പാസ്ബുക്കിനകത്ത് എങ്ങനെ പ്രിൻറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ നിന്ന് പഠിക്കേണ്ടതാണ്. സോ അപ്പം ഇവിടെ നിങ്ങൾ ജോലിക്ക് ചേരുന്ന സമയത്ത് നിങ്ങളുടെ സീനിയേഴ്സിൽ നിന്നായിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നത്. സോ അത് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ തരത്തിലുള്ള ജോലികളാണ് ഇവിടെ അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷനിൽ വരുന്നത്. ഇതിൻ്റെ പാർട്ടായിട്ട് തന്നെ ഇപ്പം ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ATMs വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ATM കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് പോലെയുള്ള ജോലികളോ അല്ലെങ്കിൽ പുതിയ ചെക്ക് ബുക്സ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ആപ്പുകളും അവൈലബിൾ ആണല്ലോ. ഇപ്പോൾ SBIക്ക് നിങ്ങൾക്കറിയാം യോനോ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഈ ഡിജിറ്റൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ആപ്പിലൂടെ കാണാൻ പറ്റും. എത്ര ബാലൻസ് ഉണ്ട്, ഡെപ്പോസിറ്റ്സ് എന്താണ്, ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾക്ക് ഈ ആപ്പിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാത്ത കസ്റ്റമേഴ്സിന് അതിൻ്റെ ഡേറ്റ കൊടുക്കുക, അവയർനെസ് കൊടുക്കുക എന്ന് പറയുന്നതും ഇതിൻ്റെ ഭാഗമാണ്. സോ ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടിയ സമയത്ത്, നമ്മൾ കൂടുതലും മൊബൈൽ ബാങ്കിങ്ങിലേക്കൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് വന്നിരിക്കുന്ന അഡ്വാൻസ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പണ്ടത്തെ പോലെ തന്നെ DD അയക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ചെക്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫേഴ്സ്, അതായത് NEFT ട്രാൻസ്ഫേഴ്സും RTGS ട്രാൻസ്ഫേഴ്സും പിന്നെ മൊത്തത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിന് ഒക്കെ എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടതും ഇവരുടെ ജോലിയുടെ പ്രൊഫൈലിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഏകദേശം ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പല പല പ്രൊഫൈലുകളാണ്. സോ ബേസിക്കലി നമ്മളിവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഈ ഒരു ക്യാഷ് കൗണ്ടറിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കുകയുള്ളൂ എന്നിവിടെ പറയാനായിട്ട് പറ്റില്ല. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്.
സോ ഇവിടെ നിങ്ങൾ ഒരു ക്ലർക്കായിട്ട് നിങ്ങളുടെ ബാങ്കിൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ മിക്ക ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ക്ലറിക്കൽ ജോലികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അതിപ്പോൾ KYC ആണെങ്കിലും, ഇനി അതല്ല ATM റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കസ്റ്റമർ ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് വരുന്ന ക്വയറീസ് ക്ലിയർ ചെയ്യുന്ന വിഭാഗത്തിലാണെങ്കിലും എല്ലാ ജോലികളും നിങ്ങൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ടാകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജോലി മാത്രം ചെയ്യുക എന്നല്ല, ബാങ്കിൻ്റെ ഒരു ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് നടക്കാനായിട്ട് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് ടാർഗറ്റ്സിൻ്റെ കാര്യം പറയാനുള്ളത്. സോ ബാങ്കിങ്ങിൽ ഇപ്പം ഒരുവിധം എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കിങ്ങിലേക്കും മാനേജറൽ പോസ്റ്റുകളിലേക്ക് വരുന്നവർക്കൊക്കെ, ഇതിനു മുമ്പ് നമ്മൾ SBI POയുടെ ഒക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇഷ്ടംപോലെ ടാർഗറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ ക്ലർക്സിന് ഇത്ര ടാർഗറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ വരാറില്ല, അല്ലെങ്കിൽ ഇത്ര ടാർഗറ്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ഒരു ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് വരാറില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ആ ബാങ്കിലെ ബ്രാഞ്ച് മാനേജർ നിങ്ങളോട് പറയുകയാണ് ഇങ്ങനെ ഒരു ലോൺസ് വരുമ്പം ഈ ഒരു ഇൻഷുറൻസും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം, കസ്റ്റമേഴ്സിന് അവയർനെസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ബൗണ്ട് ടു ഡു ദാറ്റ്. അത് നിങ്ങളുടെ ടാർഗറ്റ് ആയിരിക്കില്ല, ബാങ്കിൻ്റെ ടാർഗറ്റ് ആയിരിക്കും. പക്ഷേ ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഡു, നിങ്ങളോട് അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കണം. പിന്നെ മിസ് സെല്ലിങ്, അതായത് ₹1 ഇൻഷുറൻസ് ആണെങ്കിൽ പോലും അതൊരു കസ്റ്റമറോട് ചോദിക്കാതെ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. അത് കംപ്ലയിൻസ് ആയി അത് വലിയ ഇഷ്യൂസ് ആകും. സോ ആസ് എ റിസൾട്ട് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ടാർഗറ്റ്സ്, ഇതിപ്പം പല സ്കീമുകൾ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലത്തെ സ്കീമുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പം പുതിയ ഇത്ര അക്കൗണ്ട് ഓപ്പണിങ്സ് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ടാർഗറ്റ്സ് ഒരു ബാങ്കിലേക്ക് വരുമ്പം നിങ്ങളിലൂടെ, അതായത് നിങ്ങൾ ത്രൂ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ അവയർനെസ് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി മാത്രമല്ല, മൊത്തത്തിൽ ആ ബ്രാഞ്ചിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളും അതിൻ്റെ ഒരു ടീം പ്ലെയർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ജോലിയുടെ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആണ്. സോ പൊതുവേ ബാങ്കിങ്ങിൻ്റെ വർക്ക് ലോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ രാവിലെ 10 to 5 ഒക്കെയാണ് പറയുന്നതെങ്കിലും ചില കേസസിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വാർട്ടർ എൻഡിലോ അല്ലെങ്കിൽ മന്ത് എൻഡിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡിലോ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ അവിടെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ അതുപോലെ തന്നെ നടക്കണമെന്ന് നിർബന്ധമില്ല, ഡിപ്പെൻസ്. പക്ഷേ പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലീവ് തന്നെയായിരിക്കും. ഇനി പബ്ലിക് ഹോളിഡേയ്സിന് ഇപ്പോൾ 2-3 ഹോളിഡേയ്സ് അടുപ്പിച്ച് വരികയാണെങ്കിൽ അതിന് മുമ്പ് കുറച്ച് ദിവസം തിരക്ക് അധികം ഉണ്ടാകും, അപ്പോഴും നിങ്ങൾ ചിലപ്പോൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ പൊതുവേ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻ്റ് ആണ്. പിന്നെ ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഒരുപാട് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, എല്ലാ സെക്ഷൻസും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ക്യാഷ് കൗണ്ടിങ് മെഷീൻസും ഒക്കെ വരുന്നുണ്ട്, എല്ലാം സിസ്റ്റമിൽ നിങ്ങൾക്ക് കാണും. അപ്പോൾ നിങ്ങൾ ഫയൽ തപ്പിപ്പിടിച്ച് അങ്ങനെയൊന്നും ഒരുപാട് സ്ട്രെസ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ല. വളരെ ഈസി ആയിട്ട് കൂടുതലും ടെക്നോളജി ഡ്രിവൺ ആയ ഒരു എൻവയോൺമെൻറ്റിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതിനെ പറ്റിയിട്ടും പുതിയ പുതിയ പോളിസീസ് വരുന്നതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ആ ഒരു പേസിൽ തന്നെ കീപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ സാലറീനെ പറ്റിയിട്ടാണ്. സോ നിങ്ങളുടെ പോസ്റ്റിംഗ് ആണ് ആക്ച്വലി നിങ്ങളുടെ സാലറി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് SBIയുടെ ബ്രാഞ്ചസ് മുംബൈ പോലെയുള്ള സിറ്റീസിലുണ്ട്, നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ പോസ്റ്റിംഗ് കിട്ടുന്നത് അത് വെച്ചിട്ടാണ് നിങ്ങളുടെ സാലറി ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്യുക. സോ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് 40,000 rupeesന് അബവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഇനി നിങ്ങൾ മെട്രോസിലൊക്കെയാണ് പോസ്റ്റിംഗ് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാകുമെന്ന് മാത്രം. പക്ഷേ ഇത് സ്റ്റാർട്ടിംഗ് സാലറി ഇത്രയാണെങ്കിലും ഇതിൽ നിങ്ങൾക്ക് DA വരുന്നുണ്ട്, പിന്നെ TA വരുന്നുണ്ട്, HRA വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് അഡീഷണൽ അലവൻസുകൾ വരുന്നുണ്ട്. സോ സാലറി ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന വേറൊരു വീഡിയോ കൂടി നമുക്ക് അവൈലബിൾ ആണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൂടുതലും അവിടെ നോക്കിയാൽ മതി. പിന്നെ SBI ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പെഷ്യൽ പേ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് 40,000 above rupees നിങ്ങൾക്ക് എന്തായാലും ഇൻഹാൻസ് സാലറി ആയിട്ട് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമുക്കിവിടെ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് വരുന്നുണ്ട് SBI ക്ലർക്കിന് റിക്രൂട്ട്മെൻറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത്, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടാൻ കൂടുതൽ സാധ്യത ഇവിടെയുണ്ട്. ഇനി സാലറിയുടെ കോമ്പണൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സാലറി മാത്രമല്ല, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്ട്രാ ബെനിഫിറ്റ്സുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാകും, മെഡിക്കൽ ലീവ് ബെനിഫിറ്റ്സ് കിട്ടും, പിന്നെ സ്റ്റാഫ് ലോൺസ് ഒക്കെ വളരെ ചെറിയ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ എംപ്ലോയി വെൽഫെയറിനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജോലിയുടെ പ്രൊഫൈലിനെ പറ്റിയിട്ട് പറഞ്ഞു, സാലറിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്രാൻസ്ഫർ പോളിസിയും അതുപോലെ
അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാം എന്നുള്ള കാര്യം കൂടിയാണ്. സോ ഇവിടെ ട്രാൻസ്ഫേഴ്സ് മറ്റുള്ള ഈ PO പോലെയുള്ള പോസ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ട്രാൻസ്ഫേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വളരെ അധികമായിട്ട് ഉണ്ടാവാറില്ല. സോ ട്രാൻസ്ഫർ ഇസ് ആക്ച്വലി ലിമിറ്റഡ്. അതായത് നിങ്ങളുടെ ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉള്ളിൽ തന്നെയുള്ള ചെറിയ ട്രാൻസ്ഫേഴ്സ് അല്ലാതെ അങ്ങനെ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫേഴ്സോ അല്ലെങ്കിൽ ഇൻ്റർ സോൺ ട്രാൻസ്ഫേഴ്സോ ഒന്നും അങ്ങനെ ഒത്തിരി കേൾക്കാറില്ല ക്ലറിക്കൽ ജോബിന്. POയ്ക്ക് ഉണ്ട്, പക്ഷേ ഈ ജോബിന് അങ്ങനെ കേൾക്കാറില്ല. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട നിങ്ങളുടെ ഒരു യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് ഡിഗ്രി മാത്രമാണ്. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പ്ലീസ് റിമെമ്പർ, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റിലായിരിക്കും വരുന്നുണ്ടാകുക. സോ സെലക്ഷൻ പ്രോസസ്സിൽ ഒരു പ്രിലിംസ് എക്സാംസ് ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് ഒരു മെയിൻസ് എക്സാം ഉണ്ടാകും, അത് കഴിഞ്ഞിട്ടൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അതായത് നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലാണോ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹം ആ സ്റ്റേറ്റിലെ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ അത് ലോക്കൽ ലാംഗ്വേജ് ആണ് നിങ്ങൾ അറിയേണ്ടത്, ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് അല്ല അത്. ആ നാട്ടിലെ ഭാഷ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകണം. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് നമുക്ക് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് sbi.bank.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 20 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് ഉള്ള ആപ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ആണ്. നിങ്ങളൊരു OBC കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3 ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷൻ കിട്ടും. SC STക്കാർക്ക് 5 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ കിട്ടും. ഇത് ക്ലറിക്കൽ ജോലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിലി ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു 10 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ കിട്ടും. അത് ജനറൽ കാറ്റഗറിക്ക്. അപ്പോൾ SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് 13 വർഷം 10+3 13 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. SC ST വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ആകുമ്പോൾ 10+5 15 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ ലഭിക്കും. ഓക്കെ, ഇനി വിഡോസ് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വിമൻ അപ് ടു 7 ഇയേഴ്സ് റിലാക്സേഷൻ ലഭിക്കും. അപ്പോൾ ഇതിൽ എത്ര വേക്കൻസീസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആക്ച്വലി ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നാലാണ് പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്ക് നോക്കുമ്പോൾ 2025 ഏകദേശം 6500+ നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു, വേക്കൻസീസ് ആയിരുന്നു 2025 ഉണ്ടായിരുന്നത്. 2024 ഭയങ്കര ഏകദേശം 15,000 അടുത്ത്, അത് എനിക്ക് 14,000+ എന്തായാലും വേക്കൻസീസ് ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ വർഷം 8,000+ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും നമ്മൾ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കാരണം ബാങ്ക് എക്സാംസ് നിങ്ങൾക്കറിയാലോ, ആപ്ലിക്കേഷൻ വേണ്ടി ഓപ്പൺ ആയി കഴിഞ്ഞ് നിങ്ങൾ പ്രിലിംസ് എക്സാമിലേക്ക് അധികം ദൂരം ഉണ്ടാവില്ല. സോ ഓഗസ്റ്റിലാണ് എക്സാമിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പ്രിലിംസ് എക്സാം ഉണ്ടാകും, വേഗം റിസൾട്ട് വരും, അത് കഴിഞ്ഞ് മെയിൻസ് ഉണ്ടാകും. അപ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും കൂടെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം. പ്രിലിമിനറി എക്സാം ഉണ്ടാകും, മെയിൻ എക്സാം ഉണ്ടാകും, അതിന് കഴിഞ്ഞിട്ട് ഒരു ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് കൂടി ഉണ്ടാകും. ഇവിടെ പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആകെ 3 സബ്ജക്ട്സ് ആണ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാനുണ്ടാകും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഉണ്ടാകും. അപ്പോൾ ഇതിൽ 3ൽ നിന്നും 100 മാർക്സിൻ്റെ ഒരു എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് എക്സാമിനേഷൻ. 1 അവർ, അതായത് 20 മിനിറ്റ്സ്. ബാങ്ക് എക്സാംസിന് നിങ്ങൾക്കറിയാലോ സെക്ഷണൽ ടൈമർ ഉണ്ട്. 20+20+20 എന്ന് പറയുന്ന ഫോമാറ്റിലാണ് എക്സാം നടക്കുന്നത്. സോ ആസ് എ റിസൾട്ട് നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ മെയിൻസ് എക്സാമിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ഈ മെയിൻസ് എക്സാമിനേഷനിൽ കുറച്ചും കൂടെ ഹയർ വെയിറ്റേജ് ആണുള്ളത്. ഒരു 200 മാർക്സിലാണ് മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ ഈ 3 സബ്ജക്ട്സിൻ്റെ കൂടെ തന്നെ ഒരു ബാങ്കിങ് അവയർനെസ് അല്ലെങ്കിൽ ഒരു ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പേപ്പർ കൂടി വരുന്നുണ്ട്. സോ അതിന് ടോട്ടൽ 2 hours and 40 minutes ആണ് മെയിൻസ് എക്സാമിനേഷന് വരുന്ന ടൈം ലിമിറ്റ്. അതിനുശേഷം ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് കൂടുതലും അതായത് നോൺ വെർബൽ ടെസ്റ്റായിട്ടും വെർബൽ ടെസ്റ്റായിട്ടും ആയിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റിലാണ് വരുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കരുത്, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാലാണ്
എക്സാമിൻ്റെ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിങ്ങിൻ്റെ എല്ലാ കോഴ്സസും എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഇനി അത് മാത്രമല്ല, ഏത് ബാങ്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് വന്നാലും ഈ നമ്പറിലൂടെ നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള ടോപ്പിക്സ് കാണാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിട്ടാൽ മാത്രമാണ് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. സോ ഇനി ഏതെങ്കിലും ടോപ്പിക്സിൽ നിങ്ങൾക്ക് സ്പെസിഫിക്കലി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് സജഷൻസ് ആയിട്ട് കോമെൻറ്റ്സിൽ പറഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.